ഹലോ ഓൾ, ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇനി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് ഡിമാൻഡ് കുറയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബൂമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കൂടുതൽ ആളുകളും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിനായിരുന്നു പോയിക്കൊണ്ടേയിരുന്നത്. ഈ വർഷം ഈസി കമ്പ്യൂട്ടർ സയൻസിനെ ബീറ്റ് ചെയ്യുമോ, പ്ലേസ്മെൻറ്റിലൊക്കെ അങ്ങനെ വരുന്നില്ലേ, അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. വെൽക്കം ടു അജ്മൽസ് ക്ലാസ് റൂം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ വാട്ട്സ് ഹാപ്പനിങ് ടു കമ്പ്യൂട്ടർ സയൻസ്? ഇപ്പോൾ ഇതിന് രണ്ട് തരത്തിലുള്ള കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഒന്ന് AI-യുടെ ഒരു കടന്നുവരവാണ്. രണ്ടാമത്തത് എന്താണ് കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് ഇവിടെ സംഭവിച്ചത്, ഒരു കോവിഡ് സമയത്ത് സംഭവിച്ചത് എന്താണ് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഒരു മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് ഈ വിഷയത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഒരു കമ്പ്യൂട്ടർ സയൻസ് സെഗ്മെൻറ്റിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കോവിഡ് വന്നപ്പോൾ മോസ്റ്റ് ഓഫ് അസ് മൂവ് ഡിജിറ്റൽ. ആ ഡിജിറ്റലിൽ മൂവ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ കമ്പ്യൂട്ടർ സയൻസ് കമ്പനികൾക്ക് ഓൺലൈൻ സൊല്യൂഷൻസിന്, അത്തരം സാസ് പ്രൊഡക്ട്സിന്, മറ്റേ എന്തൊക്കെയോ പ്രൊഡക്ട്സ് നമുക്കൊരു കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആണോ, ആപ്പുകളാവട്ടെ ഓൺലൈൻ സർവീസസ് ആവട്ടെ എന്താവട്ടെ, അതിനൊക്കെ ഡിമാൻഡ് വർദ്ധിച്ചു. സ്വാഭാവികമായിട്ടും അവിടേക്ക് കൂടുതൽ എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. പല കമ്പനികളിലും കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തു. ഈ റിക്രൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഹൈ സാലറി കൊടുത്തുള്ളൊരു പോച്ചിങ് കമ്പ്യൂട്ടർ സയൻസ് സെഗ്മെൻറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ വ്യാപകമായി മാറി. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വലിയ സാലറി കൊടുത്ത് ഒരു കമ്പനിയിൽ നിന്ന് പൊക്കി മറ്റൊരാളെ ഈ കമ്പനിയിൽ കൊണ്ടുവരുന്നു, കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു, ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നു, വലിയ ഹൈ പാക്കേജ് വരുന്നു. വലിയ ഹൈ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര വലിയ പാക്കേജുകളിലോട്ട് പല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും അത്തരം സെഗ്മെൻറ്റിലുള്ളവർക്കും ഡെവലപ്പേഴ്സും ഒക്കെ മാറി. ഇതാണ് ആക്ച്വലി കോവിഡിന് സംഭവിച്ചത്. കോവിഡ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറിയൊരു എക്കണോമിക് റിസഷൻ്റെ ഒരു ഹിൻഡ് നമുക്ക് വന്നു തുടങ്ങി. കൂടുതൽ ഡിവൈസുകൾ വാങ്ങുന്നത് ആളുകൾ നിർത്തി. സ്വാഭാവികമായിട്ടും അത്തരം കമ്പനികൾ അത് എഫക്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഈ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് നിന്ന് ആളുകൾ കുറച്ചൊക്കെ മടങ്ങി പോകാൻ തുടങ്ങി. എല്ലാത്തിനുള്ള ഡിമാൻഡ് കുറഞ്ഞു. ഇപ്പോൾ എട്ടെക് ആണെങ്കിൽ ഇപ്പോൾ ബൈജൂസ് പോലത്തെ കമ്പനികൾ എങ്ങനെ ബാധിച്ചതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടെ ഒരു ഓൺലൈൻ സെഗ്മെൻറ്റ് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും വേണ്ട ആളുകളുടെ ആവശ്യമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു. സ്വാഭാവികമായിട്ടും ആവശ്യത്തിൽ കൂടുതൽ ആളുകളെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഹയർ ചെയ്തിരുന്ന കമ്പനികൾ ഇപ്പോൾ പിരിച്ചുവിടാൻ തുടങ്ങി. ലേ ഓഫ്സ് അനൗൺസ് ചെയ്തു. പല കമ്പനീസ്, ഇപ്പോൾ ആമസോൺ, ഗൂഗിൾ, മെറ്റ, ഇന്റൽ അടക്കമുള്ള കമ്പനികൾ 5000-10000 ആളുകളൊക്കെ ലേ ഓഫ് ചെയ്തു. ആളുകളെ ലേ ഓഫ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ എന്താ സംഭവിക്കുക, അവിടെ ജോബ് അന്വേഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ജോബ് പൊസിഷൻ ഉണ്ട്, അതിനൊരാൾ 10 ലക്ഷത്തിന് വരാനും മറ്റൊരാൾ 12 ലക്ഷത്തിനും വരാനും റെഡിയാണെങ്കിൽ ഒരേ സ്കിൽ ലെവലുള്ള ആളാണെങ്കിൽ നമ്മൾ ആരെ ചൂസ് ചെയ്യുക? 10 ലക്ഷത്തിൻ്റെ ആളെ ചൂസ് ചെയ്യുക. അതൊരു ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ പ്രോബ്ലമാണ് എക്കണോമിക്സിലുള്ള. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ചെറിയ സാലറി ഉള്ള ആളുകളെ ഹയർ ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും മുമ്പുണ്ടായിരുന്ന വലിയ സാലറി എന്നുള്ളത് ഒരു ലോവർ സെഗ്മെൻറ്റിലോട്ട് വന്നു. ഇതാണ് ഈ സെഗ്മെൻറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആക്ച്വലി കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത്. ഓവർ ഹൈപ്ഡ് ആവാനുള്ള കാരണം ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ടാണ്. അത് മാറി ഇപ്പോൾ എങ്ങോട്ട് വന്നു? ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഒരു നോർമൽ ലെവലിലോട്ട്, പ്രീ പാൻഡമിക് ടൈമിലോട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞിട്ടില്ല, പക്ഷെ മുമ്പുണ്ടായിരുന്ന അത്ര ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ അവൈലബിൾ അല്ല. കൂടുതൽ ആളുകൾ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊണ്ടിരുന്ന ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകളും ഈ ഒരു സെഗ്മെന്റിലോട്ട് സ്വാഭാവികമായിട്ടും വന്നപ്പോൾ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതാണ് അതിൻ്റെ ഒരു വശം എന്നുള്ളത്. രണ്ടാമത്തെ ഒരു വശം എന്നുള്ളത് ഇത്രയും കാലം ഇല്ലാത്ത പുതിയൊരു സംഭവത്തിൻ്റെ കടന്നുവരവാണ്. ദാറ്റ് ഈസ് ജനറേറ്റീവ് AI. ഇത്രയും കാലം നമ്മൾ പൊതുവെ പ്രഡിക്റ്റീവ് AI കുറിച്ച്, ഒരു കാര്യം ഡാറ്റ ഉപയോഗിച്ച് ഫ്യൂച്ചറിലോട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ജനറേറ്റീവ് AI, LLMs, ലാർജ് ലാംഗ്വേജ് മോഡൽസ്, ChatGPT, മിഡ്ജേണി, ഡാലി പോലുള്ള സംഭവങ്ങൾ വന്നിട്ട് വീഡിയോസും മറ്റ് കാര്യങ്ങളും ലാംഗ്വേജും കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ChatGPT-യോട് നിങ്ങളൊരു കോഡ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT മനോഹരമായിട്ട് ഏത് ഫ്രെയിം വർക്കിൽ, പൈത്തണിൽ വേണോ, സിയിൽ വേണോ, എന്തിലാണോ വേണ്ടത് അതിലൊക്കെ ChatGPT നിങ്ങൾക്കൊരു കോഡ് എഴുതി തരും. അപ്പോൾ ഒരു ലോവർ ലെവലിലുള്ള ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമിംഗ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് മാത്രം ഒരു സെഗ്മെൻ്റായി നമ്മൾ കാണുകയാണെങ്കിൽ, നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന് ആ രീതിയിലാണ് വീക്ഷിക്കുന്നതെങ്കിൽ അവിടെ ഇനി സ്വാഭാവികമായിട്ടും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കുറയും. ChatGPT ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരു എൻട്രി ലെവൽ ബാരിയർ കുറക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം നമുക്കുണ്ടായിരുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സംഭവം മാത്രമാണ് അല്ലേ.
ഇപ്പോൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അത്തരം കോമ്പണൻസ്, വാക്വം ട്യൂബ്സ് മുതൽ ട്രാൻസിസ്റ്റേഴ്സ്, ICs വരെയുള്ള സംഭവങ്ങൾ പിന്നീട് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നുള്ള സെഗ്മെന്റ് വരാനുള്ള കാരണം ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി എന്താ സംഭവിക്കുക വെച്ചാൽ ആ ഒരു എൻട്രി ലെവൽ ബാരിയർ ഇനിയും കുറയും. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരാൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അവിടെ എങ്ങനെ ഒരു IC പ്രവർത്തിക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഗേറ്റ്സ് പ്രവർത്തിക്കുന്നു എന്നുള്ളതോ ഒന്നും ഒരാൾക്ക് അറിയണമെന്നില്ല. അതിൻ്റെ പിന്നിലുള്ള സെമി കണ്ടക്ടർ ഫിസിക്സ് അറിയണമെന്നില്ല. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. ഇനി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻട്രി ലെവൽ ബാരിയർ ഒന്നുകൂടി കുറയും. ഒരു കോഡ് എഴുതണം എന്നുണ്ടെങ്കിൽ കൃത്യമായി പ്രോംപ്റ്റ് ചെയ്താൽ മതിയാവും. അയാൾക്ക് ഈ കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നോ കമ്പൈൽ ചെയ്യുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ലാംഗ്വേജിനെ കുറിച്ച് പോലും വലിയ ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അവിടെ എൻട്രി ലെവൽ ബാരിയർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാലറിയും കുറയും. കാരണം ഒരു വലിയ ഹൈ ഡിമാൻഡ് സ്കില്ലിനേക്കാളും ഒരു ലോ ഡിമാൻഡിങ് സ്കില്ലായിട്ട് അങ്ങനത്തെ ഒരു സംഭവം മാറും. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിനുള്ള ഡിമാൻഡ് നഷ്ടപ്പെടും. അപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വന്നപ്പോൾ കുറേ ജോബ്സ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ അതിനപ്പുറം ഒരുപാട് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതേപോലെ ഇനി AI ഒരു ജനറേറ്റീവ് AI വരുമ്പോൾ ഒരുപാട് ജോബ്സ് അവിടെ നഷ്ടപ്പെടും. ക്രിയേറ്റീവ് കണ്ടന്റ് റൈറ്റേഴ്സിൻ്റെ, അതേപോലെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന, ഡെവലപ്പിംഗ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ജോബ്സ് ഒക്കെ പല രീതിയിൽ നഷ്ടപ്പെടും. പക്ഷേ അപ്പുറത്ത് ഒരുപാട് ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ സൈഡിലോട്ട് കേവലം ഒരു പ്രോഗ്രാമിംഗ് പഠിക്കുക, കേവലം ഒരു കോഡിംഗ് പഠിക്കുക എന്നുള്ളതിലപ്പുറം ഒരു ആക്ച്വൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നിടത്തേക്ക് ആളുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആളുകൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് ഡിമാൻഡ് കുറയോ? എൻ്റെ അഭിപ്രായത്തിൽ കമ്പ്യൂട്ടർ സയൻസിന് പ്രത്യേകിച്ച് വലിയ ഡിമാൻഡ് ഒന്നും അറിയില്ല. ബട്ട് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഹൈക്കിൽ നിന്നൊരു നോർമലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു പ്യൂർ ഒരു കോഡിംഗ് പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം അല്ലെങ്കിൽ ഒരു അൽഗോരിതം എഴുതണം എന്നുള്ള രീതിയിൽ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറയാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതിനപ്പുറം ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്യുന്ന ഒരാളായിട്ട്, ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആയിട്ട്, ഒരു സിസ്റ്റം ആർക്കിടെക്റ്റ് ആയിട്ട് ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളിലോട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഷിഫ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻവിഡിയയുടെ സ്റ്റോക്സ് ഷൂട്ടപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ കാരണം? ഇപ്പോൾ ഇന്ത്യയിൽ പോലത്തെ കമ്പനീസ് CPUs പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ NVIDIA GPUs ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സിൽ പൈനിയേഴ്സ് ആയിട്ട് മാറി. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇവിടെ ഒരു AI പോലത്തെ സിസ്റ്റംസ് പ്രൊസസ് ചെയ്യാൻ CPUസിനെക്കാളും ബെറ്റർ GPUs ആണെന്നുള്ള തിരിച്ചറിവ് കമ്പനീസ് ഉണ്ടാകുമ്പോൾ അവിടെ ഡിമാൻഡ് കൂടുകയാണ് അല്ലേ. അപ്പോൾ GPUs പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഡിസൈൻ ചെയ്യുന്ന ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സിനെ വേണം, ഇതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതംസ് എഴുതുന്ന ആൾക്കാരെ വേണം, നല്ല ഡാറ്റ അനലിസ്റ്റുകളെ വേണം, നല്ല AI എഞ്ചിനീയേഴ്സിനെ വേണം, AI എത്തിസിസ്റ്റുകളെ വേണം. ഇങ്ങനത്തെ ഒരുപാട് ഫീൽഡുകളിൽ ആവശ്യകത കൂടും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് ആസ് സച്ച് ഡിമാൻഡ് കൂടാൻ തന്നെയാണ് സാധ്യത. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് കേവലം എന്താണ്, ഒരു കോഡിംഗ് അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ്, അതിൻ്റെ ഒരു സോഫ്റ്റ് സ്കിൽ പാർട്ട് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനപ്പുറം ഒരു ആക്ച്വൽ കമ്പ്യൂട്ടർ സയൻസിലോട്ട്, അതിൻ്റെ മാത്തമാറ്റിക്സിലോട്ട്, അതിൻ്റെ സയൻസിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ അതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ. OpenAI തന്നെ നടത്തിയ റിസർച്ചിൽ പറയുന്നത് ഒരു പോസിറ്റീവ് കോറിലേഷൻ, ജോബ് ലോസുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് കോറിലേഷൻ ഒരു എന്താ പറയുക പ്രോഗ്രാമേഴ്സും ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ നെഗറ്റീവ് കോറിലേഷൻ എന്തിനാണുള്ളത്? സയൻസും ക്രിട്ടിക്കൽ തിങ്കിങ്ങും. അതായത് പ്രോഗ്രാമേഴ്സിനും മറ്റും ChatGPTയുടെ വരവോടുകൂടി ജോലി കുറച്ച് കുറയാനാണ് സാധ്യതയെങ്കിൽ അപ്പുറത്ത് ആക്ച്വൽ സയൻസിൽ വർക്ക് ചെയ്യുന്ന നല്ല ക്രിട്ടിക്കൽ തിങ്കിങ് പവറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോബ് കൂടാനാണ് സാധ്യത. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. കമ്പ്യൂട്ടർ സയൻസ് എങ്ങോട്ടും പോകാനില്ല. കമ്പ്യൂട്ടർ സയൻസ് ഇനിയും ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളും കമ്പ്യൂട്ടർ സയൻസിനൊപ്പം ഗ്രോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. ഇപ്പോൾ സയൻസ്, ആക്ച്വൽ കമ്പ്യൂട്ടർ സയൻസിനാണ് ഡിമാൻഡ് കൂടുതൽ. അതിലോട്ട് നമ്മൾ ശ്രമിക്കുക, അതിൻ്റെ മാത്തമാറ്റിക്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ല എഞ്ചിനീയേഴ്സ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.